എന്നിട്ട് നമസ്കാരം. നമസ്കാരം. CPM അകത്ത് എന്താണ് ചേട്ടാ നടക്കുന്നത്? പിണറായിസം നേതാക്കൾക്കൊക്കെ മറ്റ് CPM നേതാക്കൾക്കൊക്കെ വലിയ തലവേദനയായി തീരുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് നല്ല നേതാക്കളുണ്ട്. മാർക്സിസത്തെ പറ്റിയിട്ടും ലെനിനിസത്തെ പറ്റിയിട്ടും തത്വശാസ്ത്രത്തിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായ ധാരണയും ബോധ്യവുമുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അവരൊക്കെ ഇപ്പം ഔട്ടാണ്. അവരെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കും കൂടെ ചേർക്കണം. ജനകീയരായ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന നേതാക്കളാണ് അവർ പലരും. നമ്മൾ ഒരുപാട് പേരുടെ പേരുകൾ പറയാം. പക്ഷേ ഇന്ന് അവരൊന്നും പാർട്ടിയിൽ ഒരിടത്തും കാണാനില്ല. മറ്റേത് ജനങ്ങളെ നോക്കുമ്പോൾ അവർ വളരെ സജീവമായിരുന്നു. ആ സജീവമായിരുന്ന ആൾക്കാരൊന്നും ഇന്നില്ല. ഒരു ഡസൻ ആൾക്കാരുടെയെങ്കിലും പേരുകൾ പറയാനുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇതൊരു വ്യക്തിയധിഷ്ഠിതമായിട്ട് സംസാരിക്കേണ്ട വിഷയമല്ല. ഇത് നയവ്യതിയാനമല്ല. ഇത് ചിലരുടെ എന്താ പറയണ്ടേ തോന്നിയാസങ്ങൾ എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ളതാണ്. അതായത് എൻ്റെ ഇഷ്ടം ഞാൻ പറയും, നിങ്ങൾ അനുസരിച്ചുകൊള്ളുക. ഇതൊരു ഏകാധിപത്യ സ്വഭാവമാണ്. എൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി, എനിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി. അതല്ലേ നടന്നിരിക്കുന്ന CPM-ന് ഉള്ളിൽ. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ 2016 ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന എത്ര മന്ത്രിമാർ രണ്ടാം പിണറായി സർക്കാരിലുണ്ട്? ഒന്നും വേണ്ട. എത്രയും വലിയ ജനപ്രിയത ഉണ്ടായിരുന്ന KK ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെ തഴഞ്ഞില്ലേ? ആ സമയത്ത് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ 2021 ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആളാണ്. ശൈലജ ടീച്ചർക്ക് മനോരമ ഒരു അവാർഡ് കൊടുക്കാൻ നിന്നു. അത് പിണറായി ഇടപെട്ട് വേണ്ടെന്ന് വെപ്പിച്ചു. അതിനകത്ത് മനോരമയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്. ഒന്നും വേണ്ട. എങ്കിലും കോവിഡ് സമയത്ത് 6 മണിക്ക് സാധാരണ വരേണ്ടത് ആരോഗ്യമന്ത്രി. അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് ആരാ വന്ന് ആ സ്ഥാനത്ത് കയറിയിരുന്ന് പിന്നെ മുഖ്യമന്ത്രിയാണ് അടിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. കാരണം 6 മണിക്ക് കുറേ അധികം ദിവസങ്ങൾ നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയ രക്ഷകനായിട്ട് ഞാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഈ ഒരു സാധനം കൃത്യമായിട്ട് ജനങ്ങൾക്കുള്ളിൽ വോട്ട് കുത്താൻ സഹായിച്ചിട്ടുണ്ട്. അല്ല, അത് മാത്രമല്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ CPM-നുള്ളിൽ ഒരു തലമുറ മാറ്റമാണോ സംഭവിച്ചിരിക്കുന്നത്? സത്യത്തിലല്ല. പലരും 66ഉം 70ഉം ഒക്കെ വയസ്സായ ആൾക്കാരെ, അല്ലെങ്കിൽ 75-ന് താഴെ, ഈ 75 എന്നുള്ള പ്രായപരിധി വെച്ചാണ് ഇവരെ വെട്ടിയത്. അപ്പോൾ പക്ഷേ 75-ന് താഴെ പ്രായമുള്ള ആൾക്കാർ, ചിലരുടെയൊക്കെ പേര് ഞാൻ പറയാം. ഇപ്പം പിന്നെ സുരേഷ് കുറുപ്പ്, നമ്മുടെ കോട്ടയത്തു നിന്നുള്ള സുധാകരൻ ഏതാണ്ട് പ്രായം 75-നോട് അടുക്കുന്നു. പക്ഷേ ഐഷ പോറ്റി, അവർ 2006 മുതൽ ജയിച്ചു വരികയാണ്. 2006 മുതൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വരികയാണ്. 2006, 2011, 2016 ജയിച്ചു. പക്ഷെ അവരെ മന്ത്രിയാക്കിയില്ല, അവർക്ക് അവസരം കൊടുത്തില്ല. അപ്പോൾ അവരെ മാറ്റിയിട്ടാണ് ആ സ്ഥാനത്ത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അജണ്ടയോടുകൂടി പിണറായി വിജയൻ ചെയ്യുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ പിണറായിക്ക് തോന്നിക്കാണും CPM എന്നൊരു പാർട്ടി പച്ച പിടിക്കണമെങ്കിൽ കുറച്ച് തോന്നിയവാസവും കുറച്ച് വൃത്തികേടുകളും തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യൂ. അല്ലെങ്കിൽ ഇവൻ ഭൂലോക കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവൻ എന്താണ് കമ്മ്യൂണിസ്റ്റ് മൂരാച്ചിയാണെന്നൊക്കെ വിളിച്ച് ആളുകൾ കളിയാക്കും. പിണറായി വിജയന് നയവ്യതിയാനമുണ്ട്. അദ്ദേഹം VS-ൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നയാളാണ്. അവരോട് കൂടുതൽ സഹവർത്തിത്വമുള്ള ആളാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളീ പറഞ്ഞതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്. നമ്മൾ ഈ കമ്മ്യൂണിസവും എന്താ പറയണ്ടേ വായിക്കൊള്ളാത്ത വാക്കുകളും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ പിന്നെ വെറുപ്പിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ അതിന് അപ്പുറത്ത് ഈ ഒരുപാട് ജനകീയ നേതാക്കൾ ഇതിനകത്തുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സുധാകരനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഴിമതി ആരോപണമുണ്ടോ? ഇല്ല. ഈ സുരേഷ് കുറുപ്പ് MP ആയിരുന്നു, MLA ആയിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എത്ര അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്? ഈ ഐഷ പോറ്റിയെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ നല്ല പെർഫോമൻസാണ്, നല്ല പ്രകടനമാണ്. അവർ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, നന്നായിട്ട് സംസാരിക്കുക, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരുപിടി നേതാക്കൾ ഇന്ന് CPM-ൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അവരെ പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുകയാണ്. പകരം അവിടെ ആരാ വന്നിരിക്കുന്നത്?
ഒരു കൂട്ടം ചെറുപ്പക്കാരെന്നുള്ള പേരിൽ കുറേ ആൾക്കാരെ, അതായത് തൻ്റെ ഇഷ്ടക്കാരെ കൊണ്ടുവന്നിരിക്കുകയാണ് പിണറായി വിജയൻ. അതിനകത്ത് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മത്സരിച്ച എല്ലാ ഇലക്ഷനിലും തോറ്റുപോയ ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഈ 2021 വലിയ എന്താ പറയുക, വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം ബേപ്പൂരിൽ നിന്ന് അത്യാവശ്യം ഭൂരിപക്ഷമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ ആരുടെ എല്ലാം കാല് പാർട്ടി പിടിച്ചു, ആരുടെ എല്ലാം ഏതൊക്കെ മതനേതാക്കളുടെ തിണ്ണ നിരങ്ങി ഇല്ലേ? അങ്ങനെ റിയാസിനെ ജയിപ്പിച്ചെടുത്തു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ മാത്രമല്ല, റിയാസിനെ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ചെറുപ്പക്കാരെ, അതായത് ഇപ്പം ഇന്നുള്ള ഒരു മുൻ തലമുറ ഏതാണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഒരവസരം കൂടി കൊടുത്തിരുന്നെങ്കിൽ, ഇതുപോലെ ഐഷ പോറ്റിയെ ഒരു തവണ പോലും മന്ത്രിയാക്കിയിട്ടില്ല, അവരെ മന്ത്രിയാക്കാമായിരുന്നു. സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കാമായിരുന്നു. അവിടെ എല്ലാം കളിച്ചു. സുരേഷ് കുറുപ്പിന് പകരം അവിടെ കടന്നു വന്നത് VN വാസവനാണ്. അപ്പോൾ വാസവൻ പിണറായിയുടെ ഇഷ്ടക്കാരനാണ്, സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ ഇഷ്ടക്കാരനാണ്. അദ്ദേഹം പറയാനുള്ളത് പറയും, ചോദ്യം ചെയ്യാനുള്ളത് ചോദ്യം ചെയ്യും. അപ്പോൾ ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ കടുത്ത എന്താ പറയുക, വെട്ടിനിരത്തലാണ്. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഒരു കൂട്ടം നേതാക്കളെ വെട്ടിനിരത്തിയിട്ട് പുതിയൊരു തലമുറയെ കൊണ്ടുവരുന്നു എന്ന നാട്യത്തിൽ തൻ്റെ ഇഷ്ടക്കാരെ, പ്രത്യേകിച്ചും മരുമോനെ, അദ്ദേഹം ഈ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇതാണ് പാർട്ടിക്കുള്ളിൽ നടന്നിരിക്കുന്നത്. കമ്മ്യൂണിസം വെറുക്കപ്പെടേണ്ട ഒരാശയമാണോ? കമ്മ്യൂണിസം ഒരാശയവും വെറുക്കപ്പെടേണ്ടതല്ല. ഏതാശയത്തിലും നല്ലതും ചീത്തയുമായ വശങ്ങൾ കാണും. ഈ ആശയമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള സൗന്ദര്യവും അതിൻ്റെ മഹത്വമൊന്നും അത് പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ കാണണമെന്നില്ല. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ ഒരു കാര്യം പ്രയോഗിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അതിൽ നിന്നുണ്ടായി വരുന്നത്. അപ്പോൾ ഒരാശയത്തെയും, ഞാൻ പറയുന്ന ഒരാശയത്തെയും നമ്മൾ മോശമായിട്ട് കാണണ്ട. പക്ഷെ അതിൽ പ്രയോഗവൽക്കരണത്തിൽ ഒരുപാട് പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ എന്താ പറയണ്ടേ, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കത്തി എന്ന് പറയുന്നത് കത്തി മുറിക്കാനുള്ളതാണ്. ഇതൊരു അതിനെ സംബന്ധിച്ച ഒരു അറിവാണ്. പക്ഷെ ആ കത്തി കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലാനും പറ്റും. അപ്പോൾ പ്രയോഗത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കമ്മ്യൂണിസത്തിൽ പ്രയോഗത്തിൽ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയുന്നത് പോലെ മാർക്സിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, അതിനെല്ലാം അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് വെറും ഭൗതികമായിട്ട് മാത്രം മനുഷ്യനെ കാണുന്നു. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ വിചാരങ്ങളെ പരിഗണിക്കുന്നതിൽ എത്ര ഈ ലോലമായ മൃദുല വികാരങ്ങളെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തൊരു ആത്മീയമായ ഔട്ടർ മാത്രമാണ്, ഇന്നർ അവിടെ വരുന്നില്ല. ഇരിക്കട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കൂട്ടം, അതായത് ഒരു മുൻനിര നേതാക്കളെ മുഴുവനും നിഷ്കാസനം ചെയ്തിട്ട്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് തുല്യമാണ്, അല്ലേ? മാർക്സിസ്റ്റുകാരനായിട്ട് ജീവിച്ച് മാർക്സിസ്റ്റുകാരനായിട്ട് മരിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരെ എല്ലാം അദ്ദേഹം ദയാവധത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. എന്തിന്? VS-നെ പോലും ശത്രുപക്ഷത്ത് നിർത്തിയല്ലോ. VS-ൻ്റെ പ്രായം ഒരു ഘടകമാണ്. VS-ന് 100 വയസ്സായി. അദ്ദേഹത്തിന് ഈ വാസ്തവത്തിൽ 2011 മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 2006 മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും VS അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നം കൊണ്ടും അതിനെല്ലാം മറികടന്നു പോയി. പക്ഷെ 2016 വന്നപ്പോഴും അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് ഒരു എന്താ പറയണ്ടേ, ജനങ്ങളുടെ വികാരം എതിരാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ സൂത്രത്തിൽ കാര്യമൊക്കെ സാധിച്ച് VS-നെ മുന്നിൽ നിർത്തി പിണറായി മുഖ്യമന്ത്രിയായി. ഇതല്ലേ സത്യത്തിൽ സംഭവിച്ചത്? ഇവിടെ ഇപ്പോൾ 2021 അതിനേക്കാൾ നിഷ്ഠൂരമായ ചില കാര്യങ്ങളാണ് നടന്നത്. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഒരു കൂട്ടം നേതാക്കളെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ദയാവധത്തിന് വിധേയമാക്കി, പ്രായം പറഞ്ഞുകൊണ്ട് അവരെ, ഐഷ പോറ്റിയൊക്കെ മാറ്റി നിർത്തിയതിന് എന്ത് പ്രായം? അവർക്ക് ഒരു 66-67 വയസ്സേ ആകുന്നുള്ളൂ. അവരെ മാറ്റി നിർത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമല്ല, ഇവരെല്ലാം തരം താഴ്ത്തുകയും ചെയ്തു. പല പല കമ്മിറ്റികളിൽ നിന്ന്, ഉയർന്ന കമ്മിറ്റികളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ആളിനെ ജില്ലാ കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിലേക്കോ തരം താഴ്ത്തി. ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. എന്തൊരു ഭീകരമായ വെട്ടിനിരത്തലാണ് പാർട്ടിക്കുള്ളിൽ നടന്നിരിക്കുന്നത്. ഇത്
വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വന്ന പുതിയ തലമുറയിലുള്ളവർക്ക് വേണ്ടത്ര ഭരണപരിചയമില്ല. പാർട്ടി എന്താണെന്ന് തന്നെ ശരിക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എല്ലാവരും അതിനകത്ത് പിണറായിസ്റ്റുകളാണ്. എല്ലാം പിണറായിസ്റ്റുകളാണ്. മാർക്സിസ്റ്റുകളില്ല. ആ പിണറായിസ്റ്റുകൾ പാർട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹം. നായനാറിനെ പോലുള്ള ജനകീയ നേതാക്കളെ കേരളം മുഴുവൻ അംഗീകരിച്ചൊരു നാടാണ്. അതെ, ഒരു കാലത്ത് ആ കാലത്ത് അവർ സ്വീകാര്യരായിരുന്നു. അവിടുന്ന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളത് ഇത്തരം നേതാക്കൾക്ക് അതാണ് വലിയ ഞാൻ പറഞ്ഞത്. പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമല്ല, പിണറായിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ ഓടുന്നത്. ഈ MN വിജയൻ പാഠം എന്ന് പറയുന്ന ഒരു മാഗസീനിൽ 2013 എഴുതിയ 2013 ആണെന്ന് തോന്നുന്നു, അതിന്റെ ഒരു തലക്കെട്ടുണ്ട്. അല്ല, പിണറായി വിജയൻ അല്ല 2013 അദ്ദേഹം 2013 അല്ല 2003 ആ കാലഘട്ടത്തിൽ അതിന്റെ ഒരു തലക്കെട്ട് ഇങ്ങനെയാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലാക്കിയിട്ട് പാർട്ടിയുടെ മൃതദേഹവും വഹിച്ച് പിണറായി വിജയൻ നയിക്കുന്ന ഘോഷയാത്ര 2004 എഴുതിയതാണ്. പാഠം പുസ്തകത്തിന്റെ പാഠം മാസികയുടെ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണ്. അത് പാർട്ടി ചിന്തിക്കട്ടെ, നമുക്ക് അത്രയേ പറയാൻ സാധിക്കൂ.